ഹായ് ഫ്രണ്ട്സ്, നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നും തീറ്റയൊക്കെ ആയിട്ട് നമ്മൾ പതിവ് പോലെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടോ തീറ്റയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ബക്കറ്റിൽ തീറ്റയൊക്കെയാണ്. നമ്മൾ സാധാ നമ്മൾ നിൽക്കുന്ന അതേ സ്ഥലത്തോട്ട് തന്നെയാണ് നമ്മൾ വന്നത് ഇന്ന്. അപ്പം നമുക്ക് നോക്കാം. അങ്ങനെ കേസ് നമ്മൾ കുറച്ചു നേരം ചൂണ്ടിലിട്ട് നിന്നൊരു അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒരു 5-6 മീനോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സൈസ് മീനോളം കിട്ടിയത്. കടുങ്ങാലിപ്പരൽ, അതേമാതിരി ചുണ്ട എന്നൊക്കെ പറയുന്ന മീനാണ് നമുക്ക് കിട്ടിയത്. ഒക്കെ തന്നെ നമ്മൾ ചൂണ്ടയിൽ കോർത്തിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചു. അത്യാവശ്യം നല്ല സൈസ് സാധനമാണ് കിട്ടിയതൊക്കെ. വെള്ളം നല്ല തെളിവുണ്ട്, അതുകൊണ്ട് തന്നെ മീൻ നല്ലോണം അടിക്കുന്നുണ്ടായിരുന്നു. ഓരോ നമ്മൾ ചൂണ്ട എടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് 1, 2, 3 മീനിനെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ചൂണ്ടലിട്ടുകൊണ്ട് നിന്നപ്പോൾ നമുക്ക് 2 മീനും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ പാറപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ചുറ്റും വെള്ളമാണ്. അതുകൊണ്ട് കരക്കൊക്കെ എത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തീറ്റ ഉണ്ടാക്കിയിട്ട ബക്കറ്റിലേക്കാണ് നമ്മൾ മീനിനെ പിടിച്ച് അതിലേക്ക് ഇട്ടത്. എന്താ പറഞ്ഞാൽ നമ്മൾ പാറപ്പുറത്ത് വെച്ച് എടുക്കുമ്പോൾ എന്തായാലും മീൻ വെള്ളത്തിലോട്ട് ചാടിപ്പോവും. അങ്ങനെ ഒരു 2-3 മീനോളം നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ബക്കറ്റിലോട്ടാക്കി വെക്കും. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടിയിട്ടുണ്ട്. നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നേരെ ഇരുട്ടി തുടങ്ങിയപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പിലോപ്പീനെ കിട്ടിയിട്ടുണ്ട്. സിലോപ്പി, ചുണ്ട, കടുങ്ങാലിപ്പരൽ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിലടിക്ക് നമുക്ക് വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകൾ നമ്മളെ അവിടെ കുറച്ച് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. കരക്കലിരുന്ന് അവരും ചൂണ്ടലിടുന്നുണ്ടായിരുന്നു. അവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മീൻ അടിച്ച് അതിൻ്റെ ഇടയ്ക്ക് മീൻ വലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഒന്ന് ടൈറ്റാക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ റീലൊന്ന് ടൈറ്റാക്കി ഇട്ടാൽ നമുക്ക് നല്ലൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ ചെറിയ പരലാണെന്ന് വിചാരിച്ച് നമ്മളിന്ന് ജസ്റ്റ് ഇതാക്കി കൊടുത്തു, ടൈറ്റാക്കി ഇട്ട് കൊടുത്തു. അവിടെ നമ്മളെ ഫ്രണ്ട്സ് അവിടെ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏകദേശം നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഏകദേശം അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പുഴയുടെ അക്കരെ കുറച്ച് കുട്ടികൾ ഈ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടിയിട്ടുണ്ട്. പിലോപ്പി, സിലോപ്പി എന്നൊക്കെ പറയുന്നത്, അതേമാതിരി ചുണ്ട, പിന്നെ കടുങ്ങാലിപ്പരൽ, ഇതൊക്കെയാണ് കിട്ടിയത്. പിന്നെ മീൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇടയിലിടയിൽ ഇങ്ങനെ മീൻ അടിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്നതൊക്കെ ഒരു 2-3 ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് മീൻ. നമുക്ക് ക്യാമറ പിടിച്ചു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മീൻ കിട്ടുന്ന വീഡിയോ നമ്മൾ എടുക്കാത്തത്. ഇപ്പം മീൻ അടിച്ചിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട്സിനും അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. കണ്ടോ, നല്ലൊരു ഇട്ട് മൂടി വരുന്നു. ഇവിടെയൊക്കെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് കുട്ടികൾ. കുറച്ച് കുട്ടികൾ ഇവിടെ കുളിക്കുന്നുണ്ട്, ചാടി കുളിക്കുന്നുണ്ട്.
നമ്മളൊരു ലാസ്റ്റ് ഏറും കൂടി എറിഞ്ഞിട്ടുണ്ട്, സ്റ്റിക്ക് എടുത്ത് ബൈറ്റ് ഇട്ടാണ്ട് എറിഞ്ഞിട്ടുണ്ട്. എന്താവോ എന്തോ നോക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിന്ന് കിട്ടിയത് 3 കിലോളം മീനാണ്. അത് നമ്മൾ ഇവിടെ ഒരാൾക്ക് വിറ്റു, 900 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നമ്മളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ബായ്.